ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. സോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. RRB ALPയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RRB ALPയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ആയിരുന്നത്. ആ അപ്ഡേറ്റ് അവർ തിരുത്തിയിട്ടുണ്ട്. അത് 18 മുതൽ 33 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയോളൂ. ഇവിടെ കൃത്യമായിട്ട് റെയിൽവേ പറയാണ് ടു ഗീവ് റിലീഫ് ടു മെനി കാൻഡിഡേറ്റ് ഹു ഹാവ് ബിക്കം ഓവർ ഏജ്ഡ് ആൻഡ് ഹാവ് മിസ് ദ ഓപ്പർച്യൂണിറ്റി ടു അപ്പിയർ ഇൻ ദ റിക്രൂട്ട്മെൻറ്റ് ഇൻ റെയിൽവേ ഡ്യൂ ടു കോവിഡ് പാൻഡമിക്. ഈ കോവിഡ് പാൻഡമിക് കാരണം ഒരാൾക്ക് പോലും അവസരം നഷ്ടപ്പെടരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള റെയിൽവേയുടെ കൺസിഡറേഷൻ മൂലമാണ് നമുക്ക് ഇതുപോലൊരു ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിലെ ആളുകൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ, നേരത്തെ അത് 30 ആയിരുന്നു. അതേപോലെ OBC കാൻഡിഡേറ്റ്സിന് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, നേരത്തെ അത് 33 ആയിരുന്നു. അതേപോലെ SC ST കാൻഡിഡേറ്റ്സിന് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ, നേരത്തെ അത് 35 ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓവർ ഏജ്ഡ് ആയി എന്ന് വിചാരിച്ചിട്ട് ഈ എക്സാമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും. അതായത് ഓവർ ഏജ്ഡ് ആണ്, നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഓവർ ഏജ്ഡ് ആയി, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവരാരും ശ്രദ്ധിക്കില്ല. ശരിയല്ലേ? നമ്മളിപ്പോൾ ഓവർ ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ വന്നാൽ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ലല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു റിലാക്സേഷൻ വന്ന വിവരം നിങ്ങൾ അവരെ അറിയിക്കേണ്ടത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാൾക്ക് പോലും അവസരം നഷ്ടപ്പെട്ടു പോരുത്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ ഏജ് റിലാക്സേഷൻ കൃത്യമായി റെയിൽവേ തന്നിരിക്കുന്നു. സോ അതുവഴി ഒരുപാട് ആളുകൾ കൂടി ഇതിൽ വീണ്ടും അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയി കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ അടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഈ എക്സാമിനെ കുറിച്ച്, RRB ALP എക്സാം എവിടെ പഠിച്ചു തുടങ്ങണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. എൻട്രിയുടെ ടീം തയ്യാറാക്കിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് RRB ALP കോഴ്സ്. സോ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മികച്ച വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.